സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അലക്സ്, പറയൂ വിവരങ്ങൾ. എസ്.കെ.എൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മെനിഞ്ഞാന്നാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വ്യാപക സംഘർഷം ഏതാണ്ട് 2-2.5 മണിക്കൂർ സെക്രട്ടേറിയറ്റിന്റെ പരിസരം യുദ്ധക്കളമാകുന്ന സാഹചര്യമാണ് കണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി അടക്കം ഏതാണ്ട് 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് ലാത്തിച്ചാർജിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അബിൻ വർക്കിയുടെ തലയിലടക്കം പരിക്കേറ്റു. നിരവധി പോലീസുകാർക്കും ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസിന്റെ ഷീൽഡും അതുപോലെ പൊതുമുതലും ഒക്കെ കാര്യമായി തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ആ സമരത്തിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം 4 പേരെ റിമാൻഡ് ചെയ്തത്. ആ റിമാൻഡ് മെനിഞ്ഞാന്ന് തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അതുമായി ബന്ധപ്പെട്ട കാര്യമായി തന്നെ അവരുടെ വാദങ്ങൾ കേട്ടിരുന്നു. പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം വാദിഭാഗത്തിൻ്റെയും ഒക്കെ വാദം കേട്ടിരുന്നു. അതിൽ പ്രധാനമായി പറയുന്നത്, പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടക്കുന്ന സമരങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കുന്നത് പതിവാണ് എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 3 PDPP കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. എന്നാൽ പോലീസ് അതിക്രമം കാണിക്കുകയായിരുന്നു എന്നാണ് വാദിഭാഗം വാദിക്കുന്നത്. അവർ പറയുന്നത് ഈ പൊതുമുതലിൻ്റെ തുകയടക്കം ജാമ്യത്തുകയായി കെട്ടിവെക്കാൻ തയ്യാറാണ് എന്ന് അവർ വാദിക്കുന്നുണ്ട്. എന്താണെങ്കിലും അതിൽ ഇന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പമുള്ള 4 പേർക്കും ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്നറിയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയുക. എസ്.കെ.എൻ.